15-ാം നൂറ്റാണ്ടോടെ പോർച്ചുഗലും സ്പെയിനുമാണ് ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾക്കും സമുദ്രാന്തര യാത്രകൾക്കും തുടക്കം കുറിച്ചത്. ഇത് ഇരു രാജ്യങ്ങളെയും ലോകം മുഴുവനും തങ്ങളുടെ ആധിപത്യത്തിൽ കൊണ്ടുവരുന്നതിലേക്ക് വഴിതെളിയിച്ചു. പോർച്ചുഗലിനു വേണ്ടി ബർത്തലോമിയോ ഡയസും വാസ്കോ ഡ ഗാമയും സമുദ്രാന്തര യാത്രകൾ നടത്തിയപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസും അമെരിഗോ വെസ്പൂച്ചിയും ഫെർഡിനാൻഡ് മെഗല്ലനുമെല്ലാം പര്യവേക്ഷണം നടത്തിയത് സ്പെയിനിനു വേണ്ടിയായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടോടുകൂടി പോർച്ചുഗലിനെ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്പെയിൻ ഒരു സാമ്രാജ്യത്വ ശക്തിയായി മാറി. ഫിലിപ്പ് രണ്ടാമൻ്റെ ഭരണകാലത്ത് പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഫ്രാൻസിൻ്റെ ഭാഗം, തെക്കൻ ഇറ്റലി, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്കയുടെ മധ്യഭാഗവും തെക്കേ ഭാഗവും തുടങ്ങിയ പ്രദേശങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. എങ്ങനെയാണ് പോർച്ചുഗൽ സ്പെയിനിൻ്റെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്ക് അടിമപ്പെട്ടത്? സ്പെയിൻ പോർച്ചുഗലിൻ്റെ ഏക അയൽരാജ്യമായിരുന്നെങ്കിലും 1580-നും 1640-നും ഇടയിലുള്ള കുറച്ചു കാലം പോർച്ചുഗൽ സ്പാനിഷ് നിയന്ത്രണത്തിലായിരുന്നു. പോർച്ചുഗലിൻ്റെ നിയുക്ത രാജാവായിരുന്ന സെബാസ്റ്റ്യൻ മൊറോക്കോയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് പോർച്ചുഗൽ സ്പെയിനിൻ്റെ ഭാഗമായി മാറിയത്. സെബാസ്റ്റ്യൻ്റെ മരണശേഷം സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പോർച്ചുഗീസ് സിംഹാസനത്തിൽ അവകാശം സ്ഥാപിക്കുകയും പോർച്ചുഗലിലെ ഫിലിപ്പ് ഒന്നാമൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ലെങ്കിലും പോർച്ചുഗൽ സ്പെയിനിൻ്റെ കീഴിലായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. സൂര്യൻ ഒരിക്കലും സ്പാനിഷ് രാജാവിൻ്റെ മേഖലയിൽ അസ്തമിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞതിൽ അതിശയിക്കാനില്ല. ലോകത്തിലെ ഏറ്റവും ശക്തരായ സൈന്യവും നാവികസേനയും കൈവശമുള്ള സ്പെയിൻ അധികാരത്തിലും സമ്പത്തിലും മികവ് പുലർത്തിയിരുന്നു. അതുപോലെ ആദ്യകാലത്ത് സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കുത്തകയായിരുന്നു സുഗന്ധവ്യഞ്ജന വ്യാപാരം. അതേസമയം ഇംഗ്ലണ്ട് പണ്ട് മുതലേ സ്പാനിഷ് കൊളോണിയൽ നിധികൾ കയ്യേറ്റം ചെയ്യുകയും അവരുടെ കപ്പലുകൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. 1558-ൽ ഇംഗ്ലണ്ടിലെ സിംഹാസനത്തിലെത്തിയ എലിസബത്ത് ഒന്നാമൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും ബാധ്യതകളും അലട്ടിയിരുന്നു. ഒപ്പം അയൽ രാജ്യങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ചയിലും അവർ അരിശം പൂണ്ടു. ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള ഏകമാർഗം സ്പാനിഷ് വ്യാപാര കപ്പലുകളും വെസ്റ്റ് ഇൻഡീസിലെ വാസസ്ഥലങ്ങളും കൊള്ളയടിക്കുക എന്നതായിരുന്നു എന്നവർ മനസ്സിലാക്കി. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന ഒരു പര്യവേക്ഷകനാണ് ഈ കടൽ കൊള്ളയ്ക്ക് ഇംഗ്ലണ്ടിന് വേണ്ടി നേതൃത്വം നൽകിയത്. കടലിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള മത്സരം വളർന്നുകൊണ്ടിരുന്നു. സ്പാനിഷ് രാജാവ് ഒരു മുൻകരുതൽ എടുക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ കപ്പൽ കൂട്ടത്തെ തയ്യാറാക്കി, അഥവാ അജയ്യമായ അർമാഡ. ഇംഗ്ലീഷ് കപ്പൽ സേനയെ പൂർണ്ണമായും പരാജയപ്പെടുത്താനും അനുകൂലമായ വ്യവസ്ഥകൾ ഉള്ള ഒരു ഉടമ്പടി അംഗീകരിക്കാൻ രാജ്ഞിയെ നിർബന്ധിക്കാമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ 1588-ൽ സർ ഫ്രാൻസിസ് ഡ്രേക്കും മറ്റ് ഇംഗ്ലീഷ് അഡ്മിറലുകളും ചേർന്ന് സ്പാനിഷിൻ്റെ അജയ്യമായ അർമാഡയെ പരാജയപ്പെടുത്തി. സ്പാനിഷിന്മേൽ ഇംഗ്ലണ്ട് വിജയം നേടിയതോടെ ഇംഗ്ലണ്ട് ഒരു സാമ്രാജ്യത്വ ശക്തിയായി വളരാൻ തുടങ്ങി. മറ്റ് ഭൂഖണ്ഡങ്ങളിൽ ചെന്ന് കച്ചവടം നടത്താനും അവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കാനും അവർ പ്രേരിതരായി. ഇതിനായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പൂർവ്വ ഏഷ്യയുടെ ഭാഗമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ലണ്ടനിലെ ഒരു സംഘം വ്യാപാരികൾ ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് ഒരു കമ്പനി രൂപീകരിക്കാനുള്ള ആലോചനകൾ തുടങ്ങി. അങ്ങനെ 1600-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ കമ്പനി രൂപം കൊണ്ടു. കച്ചവട അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ലക്ഷ്യമാക്കി 1600 ഡിസംബർ 31-ന് എലിസബത്ത് രാജ്ഞി ബ്രിട്ടീഷ് രാജകീയ അനുമതിപത്രവും നൽകി. ഈ അനുമതിപത്രത്തിൻ്റെ ഫലമായി പുതുതായി രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ അടക്കമുള്ള കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാ കച്ചവടങ്ങളുടെയും മുകളിൽ 15 വർഷത്തെ കുത്തക ലഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പഴയ രേഖകളനുസരിച്ച് 1599 സെപ്റ്റംബർ 22-ന് 100-ലധികം വരുന്ന ഒരു സംഘം വ്യക്തികൾ ചേർന്നാണ് 100 മുതൽ 1000 പൗണ്ട് വരെ മുതലിറക്കി മൊത്തം 30,000-ഓളം പൗണ്ട് നിക്ഷേപത്തോടെ ഒരു പങ്കാളിത്തം രൂപീകരിച്ചത്. ഈ കൂട്ടായ്മയുടെ ഭാരവാഹികളായി തങ്ങളുടെ ഇടയിൽ നിന്നും 15 ഡയറക്ടർമാരെയും തിരഞ്ഞെടുത്തു. പൂർവ്വദേശങ്ങളുമായി കച്ചവടം നടത്താൻ തങ്ങൾക്ക് കുത്തക അവകാശം നൽകണമെന്ന് ഈ സംഘം ബ്രിട്ടീഷ് സിംഹാസനത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒരു വർഷത്തോളം രാജ്ഞിയുമായുള്ള ചർച്ചകൾക്കും എഴുത്തുകൾക്കും ഒടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റും ഈ ഉദ്യമത്തിന് അനുകൂലമാണെന്ന് കണ്ടതോടുകൂടിയാണ് രാജ്ഞി ഈ ചാർട്ടറിന് അംഗീകാരം നൽകിയത്. 1600 ഡിസംബർ 31-ന് കമ്പനിയെയും കമ്പനിയുടെ ദൗത്യത്തെയും അംഗീകരിച്ചുള്ള രാജ്ഞിയുടെ അനുമതിപത്രത്തിന് നിയമസാധുത ലഭിച്ചതോടെ 215 പേർ അംഗങ്ങളായുള്ള ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. പുതുതായി കമ്പനിയിൽ ചേരുന്നവരുടെ ഓഹരി സംഖ്യ 200 പൗണ്ടായി ഉയർത്തി.
അങ്ങനെ കമ്പനി നിലവിൽ വന്നതിന് ശേഷം പുതുതായി അംഗത്വം എടുത്തവരടക്കം 125 അംഗങ്ങളായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത്. ഇവരുടെ മൊത്തത്തിലുള്ള മൂലധന നിക്ഷേപം ഏകദേശം 72,000 പൗണ്ടോളം ആയിരുന്നു. കമ്പനിയുടെ അംഗങ്ങളുടെ എണ്ണം ഉയർന്നതോടെ ഡയറക്ടർമാരുടെ സംഖ്യ 15-ൽ നിന്നും 24-ആയി ഉയർത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയായിരുന്നു മർച്ചന്റ് അഡ്വഞ്ചറീസ്. ഒരു ആദ്യകാല ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി തദ്ദേശീയമായി പലപ്പോഴും ജോൺ കമ്പനി എന്നും ഇന്ത്യയിൽ ബഹദൂർ കമ്പനി എന്നും അറിയപ്പെട്ടിരുന്നു. കമ്പനിയുടെ രൂപീകരണ സമയത്ത് ഇന്ത്യയിൽ ഭരണാധികാരിയായിരുന്നത് അക്ബർ ചക്രവർത്തിയായിരുന്നു. രൂപീകരണ ശേഷം കമ്പനിയുടെ നടത്തിപ്പുകൾ സുഗമമാക്കുന്നതിനായി കമ്പനി നിയമങ്ങളും നയങ്ങളും നിർമ്മിച്ചു. കമ്പനിക്ക് ഒരു ഗവർണറും ഒരു ഡെപ്യൂട്ടി ഗവർണറും ഉണ്ടായിരിക്കും. 24 അംഗങ്ങളടങ്ങിയ കമ്മിറ്റി ഗവർണറെയും ഡെപ്യൂട്ടി ഗവർണറെയും സഹായിക്കും. ഇവർ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്നു. കമ്മിറ്റി അംഗങ്ങളും ഗവർണർമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. വർഷം തോറും ജൂലൈ 6-നകം തിരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കണം. കമ്പനിയുടെ ആദ്യത്തെ ഗവർണറായി നഗരസഭാംഗമായിരുന്ന ടോം സ്മിത്താണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. പിന്നീട് കമ്പനിക്ക് വേണ്ടി ഒട്ടനവധി ഗവർണർമാരും ഗവർണർ ജനറൽമാരും ഇന്ത്യയിൽ വന്ന് ഭരണം നടത്തുകയുണ്ടായി. കമ്പനിക്ക് അനുവദിച്ചു കിട്ടിയ ചാർട്ടറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ്: കമ്പനിക്ക് 15 വർഷത്തേക്ക് പൂർവ്വദേശങ്ങളിൽ കച്ചവടം നടത്താനുള്ള കുത്തക അനുവദിക്കപ്പെടും. കച്ചവട ചരക്കുകൾക്കായി 30,000 പൗണ്ട് അനുവദിക്കപ്പെടും. ആദ്യത്തെ 4 ദൗത്യങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. കരാറു ലാഭകരമല്ലെങ്കിൽ 2 കൊല്ലത്തെ നോട്ടീസ് നൽകി ചാർട്ടർ റദ്ദാക്കും. ലാഭകരമാണെങ്കിൽ ചാർട്ടർ വീണ്ടും 15 കൊല്ലത്തേക്ക് പുതുക്കപ്പെടും. 5 കപ്പലുകളാണ് കമ്പനിയുടെ ഈ പുതിയ ദൗത്യത്തിനു വേണ്ടി തയ്യാറെടുത്തത്. ഒന്നാമത്തെ കപ്പൽ ഡ്രാഗൺ. 202 പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അഡ്മിറൽ ആൻഡ് ക്യാപ്റ്റനായിട്ട് ജെയിംസ് ലങ്കാസ്റ്റർ ആയിരുന്നു നിയമിതനായത്. രണ്ടാമത്തെ കപ്പൽ ഹെക്ടർ. 108 പേരാണ് ഈ കപ്പലിൽ അടങ്ങിയിരുന്നത്. വൈസ് അഡ്മിറൽ കം ക്യാപ്റ്റനായിട്ട് ജോൺ മിഡിൽട്ടൺ ആയിരുന്നു നിയമിതനായത്. മൂന്നാമത്തെ കപ്പലായിരുന്നു അസെൻഷൻ. 82 ആളുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. മാസ്റ്റർ വില്യം ബ്രാൻഡ് ആയിരുന്നു ഇതിൻ്റെ മേധാവി. അടുത്ത കപ്പൽ സൂസൻ. 88 പേരായിരുന്നു സൂസൻ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മേധാവി മാസ്റ്റർ ജോൺ ഹൊവാൾഡ് ആയിരുന്നു. പിന്നീടുള്ളത് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പലുമായിരുന്നു. ക്യാപ്റ്റന്മാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ 3 പേരെ കൂടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ പൂർവ്വദേശങ്ങളെ ലക്ഷ്യമാക്കി സംഘം യാത്ര തുടങ്ങി. 1601 ഏപ്രിൽ 22-ന് യാത്ര പുറപ്പെട്ട ഈ സംഘം 1603 സെപ്റ്റംബർ 11-ന് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. ഈ ഒരു ദൗത്യ വിജയത്തെ തുടർന്ന് പൂർവ്വദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് 17-ാം നൂറ്റാണ്ടിൽ കമ്പനിയുടെ കൊടിക്കീഴിൽ 100-ലധികം കപ്പലുകൾ അനേകം തവണ വാണിജ്യയാത്രകൾ നടത്തുകയുണ്ടായി. തുടക്കത്തിൽ ദ കമ്പനി ഓഫ് മർച്ചന്റ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപുമായിട്ട് കച്ചവടം നടത്താനായിട്ടായിരുന്നു മുഖ്യമായും ലക്ഷ്യം വെച്ചിരുന്നത്. കുരുമുളകിലെ വ്യാപാരമായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ബ്രിട്ടീഷ് രാജ്ഞിയായ 1-ാം എലിസബത്ത് ഉണ്ടാക്കിയ കരാർ പ്രകാരം കമ്പനിയുടെ സംരക്ഷണത്തിനും ആവശ്യഘട്ടങ്ങളിൽ കടൽ കൊള്ളക്കാരെയും ശത്രുക്കളെയും അമർച്ച ചെയ്യുന്നതിനുമായി സ്വന്തമായി ഒരു പട്ടാള സംഘത്തെയും അനുവദിച്ചിരുന്നു. ബ്രിട്ടീഷ് ആർമിയുടെ ഒരു ചെറിയ യൂണിറ്റിനെ ആണ് ഇതിനു നൽകിയത്. കച്ചവടത്തിന്റെ ഭാഗമായി കമ്പനി ആദ്യമായി ജാവ ദ്വീപിലേക്ക് യാത്ര നടത്തി. ജാവ ദ്വീപിലെ ബാറ്റൻ എന്ന തുറമുഖത്താണ് അവർ ആദ്യം എത്തിയിരുന്നത്. പക്ഷേ അവിടെ കച്ചവടം നടത്താൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം ബാർട്ടർ സംവിധാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു അക്കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് അവിടെ നിന്നും വാങ്ങിയ കുരുമുളകിന് പകരം ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന കമ്പിളി വസ്ത്രങ്ങൾ അവിടെയുള്ളവർക്ക് കൊടുത്തെങ്കിലും അവർ അത് ധരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇംഗ്ലീഷുകാർ അവിടെ കണ്ട ഒരു പോർച്ചുഗീസ് കപ്പൽ കൊള്ളയടിച്ച് സ്വർണവും വെള്ളിയും പരുത്തി വസ്ത്രങ്ങളും ദ്വീപുകാർക്ക് നൽകി കുരുമുളകുമായി തിരിച്ചു യാത്രയായി. ഇതായിരുന്നു ഇംഗ്ലീഷ് കമ്പനിയുടെ തട്ടിപ്പിന്റെ ആദ്യ ചൈത്രയാത്ര. ഇതേ സമയം ഡച്ച് ആധിപത്യത്തിന് കീഴിലായിരുന്നു ഇന്തോനേഷ്യയുടെ ചലനങ്ങൾ. അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഒരു കച്ചവടത്തിന് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ആവശ്യകതയായി മാറി. ജാവയുമായുള്ള വ്യാപാരത്തിൽ അവിടെ കണ്ട ഇന്ത്യൻ കച്ചവടക്കാരിൽ നിന്നുമാണ് ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കാരെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. ഇതോടെ ബ്രിട്ടീഷ് കച്ചവട കണ്ണുകൾ ഇന്ത്യക്ക് മുകളിലേക്കായി പതിഞ്ഞു തുടങ്ങി. കമ്പനി സംഘം വരുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലെത്തിയ ആദ്യ സഞ്ചാരിയായിരുന്നു മാസ്റ്റർ റാൽഫിച്ച്. മാർഗനിർദ്ദേശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് മാസ്റ്റർ റാൽഫിച്ച് അറിയപ്പെടുന്നത്.
1583 അക്ബറിന്റെ കാലത്താണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. തന്റെ യാത്രയിൽ മാസ്റ്റർ റാൽഫിച്ച് സഞ്ചരിച്ചിരുന്ന കപ്പൽ ദി ടൈഗർ ഓഫ് ലണ്ടൻ ആയിരുന്നു. കേരള തീരത്ത് എത്തിച്ചേർന്ന ഇദ്ദേഹം തന്നെയാണ് കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ എന്നും അറിയപ്പെടുന്നത്. മാസ്റ്റർ റാൽഫിച്ച് ഒരു ഇംഗ്ലീഷ് സഞ്ചാരി മാത്രമായിരുന്നുവെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനായിരുന്നു ജോൺ മിൽട്ടൺ ഫാൾ. 1599കളിൽ കരമാർഗമായിരുന്നു അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നത്. കമ്പനിയുടെ ആദ്യത്തെ 100 വർഷങ്ങളിൽ ഇന്ത്യയിൽ ശക്തവും സംഘടിതവുമായ മുഗൾ വാഴ്ചാക്കാലമായിരുന്നു. ജഹാംഗീർ മുതൽ ഔറംഗസേബ് വരെയുള്ള 3 ശക്തരായ ചക്രവർത്തിമാരുടെ ഭരണകാലമായിരുന്നു ഉത്തരേന്ത്യയിൽ എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബാമിനി വിജയനഗര സാമ്രാജ്യങ്ങൾ തകർന്ന ശേഷം ഡെക്കാൻ, ഗോൽക്കൊണ്ട, ബീജാപ്പൂർ, അഹമ്മദ് നഗർ തുടങ്ങിയ ഒട്ടനവധി സ്വയംഭരണ നാട്ടുരാജ്യങ്ങളും മധുര കേന്ദ്രമായി നായിക്കന്മാരുടെ സാമ്രാജ്യവും രൂപം കൊണ്ടിരുന്നു. ഇവരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുഖ്യമായും നേരിടേണ്ടി വന്നത് ഇന്ത്യയിൽ തങ്ങൾക്കു മുന്നേ എത്തിച്ചേർന്ന മറ്റു യൂറോപ്യൻ കച്ചവട സംഘങ്ങളെ ആയിരുന്നു. സൈനിക ശക്തിയിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരെ മുന്നിട്ട് നിന്നിരുന്നു ഈ കാലയളവിൽ. പക്ഷേ അധികം താമസിയാതെ മുഗൾ സാമ്രാജ്യം പല ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലേക്കും പിൽക്കാലത്ത് വ്യാപിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ അന്ന് ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ചക്രവർത്തി ആയിരുന്നു. തെക്ക് ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനം മുതൽ വടക്ക് പാകിസ്ഥാനും പടിഞ്ഞാറ് ഗുജറാത്തും കിഴക്ക് ബംഗ്ലാദേശും ബർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഉത്തരഭാഗങ്ങളും ജഹാംഗീർ ചക്രവർത്തിയുടെ ഭരണത്തിനു കീഴിലായിരുന്നു. മുഗൾ സാമ്രാജ്യം അന്ന് സമ്പൽ സമൃദ്ധിയിൽ ആയിരുന്നു. ലോകസമ്പത്തിന്റെ 23% ഇന്ത്യയിൽ ആയിരുന്നു നിലനിന്നിരുന്നത്. അതേസമയം ബ്രിട്ടന്റേത് വെറും 2% മാത്രം ഒതുങ്ങി നിന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് ശേഷം പൂർവ്വ ഏഷ്യയിൽ കച്ചവടം നടത്തുന്നതിനായി കമ്പനിയുടെ നേതൃത്വത്തിൽ നിരവധി കപ്പലുകളെ അയച്ചു. കച്ചവടം നടത്തി ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ഓരോ കപ്പലിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ മടങ്ങ് ലാഭം ലഭിച്ചു. ഒരുപാട് കാലത്തെ പര്യവേഷണങ്ങൾക്ക് ഒടുവിൽ 1608 ഓഗസ്റ്റ് 24 സൂറത്ത് തുറമുഖത്ത് നങ്കൂരമിട്ട കമ്പനിയുടെ ഹെക്ടർ എന്ന കപ്പലിലാണ് ഇന്ത്യൻ തീരത്ത് ഇംഗ്ലീഷ് പതാക ആദ്യമായി പാറിപ്പറന്നത്. ഈ കപ്പലിൽ ഇന്ത്യയിലെത്തിയ വില്യം ഹോക്കിൻസ് 1609 മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ജഹാംഗീറിനെ സന്ദർശിക്കുന്നതിനായി സൂറത്തിൽ നിന്നും ആഗ്രയിലേക്ക് യാത്ര തിരിച്ചു. പാണ്ഡികശാല സ്ഥാപിക്കുവാൻ അനുവാദത്തിന് അപേക്ഷ നൽകി. സൂറത്തിൽ ഒരു കച്ചവട കേന്ദ്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകാമെന്ന് ജഹാംഗീർ ചക്രവർത്തി പറഞ്ഞെങ്കിലും പോർച്ചുഗീസുകാരുടെ എതിർപ്പ് കാരണം ജഹാംഗീർ അതിൽ നിന്നും പിന്തിരിഞ്ഞു. ഹോക്കിൻസ് മുഗൾ കൊട്ടാരം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അത്രയ്ക്കും പ്രൗഢിയുള്ള ഒരു സ്ഥലം അദ്ദേഹം ജീവിതത്തിൽ കണ്ടിരുന്നില്ല. തുടർന്ന് ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ 6 മാസം തങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനിടയിലും കമ്പനിക്ക് വേണ്ടിയുള്ള വ്യാപാരാനുമതിക്കായി ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ യൂറോപ്യൻ കമ്പനികളുടെയും ഏക ലക്ഷ്യം സമുദ്ര വാണിജ്യം മാത്രമായിരുന്നതിനാൽ അവരുടെ താവളങ്ങളും തീരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നായിരുന്നു പ്രവർത്തിച്ചതെന്ന് ബ്രിട്ടീഷ് സംഘം മനസ്സിലാക്കി. ഇന്ത്യൻ രാഷ്ട്രീയത്തെ നന്നായി മനസ്സിലാക്കിയ ശേഷം ഹോക്കിൻസ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് വന്ന ഇംഗ്ലീഷ് കപ്പലുകൾ വേണ്ടി വന്നാൽ പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടാനുള്ള സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇന്ത്യൻ തീരത്തേക്ക് പുറപ്പെട്ടത്. ഇതേസമയം പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാരത്തിൽ മടുത്ത മുഗൾ ചക്രവർത്തി ജഹാംഗീർ പിന്നീട് ഇംഗ്ലീഷുകാരെ സ്വാഗതം ചെയ്യുകയും സൂറത്തിൽ കമ്പനിക്ക് ഒരു പാണ്ഡകശാല സ്ഥാപിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ 1612 ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയുടെ പശ്ചിമ തീരത്തുള്ള സൂറത്തിൽ നിലവിൽ വന്നു. ഇതോടെ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷ് കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഈ ആക്രമണങ്ങളെ അതിജീവിച്ച് ക്യാപ്റ്റൻ ബെസ്റ്റ് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. ഈയൊരു വിജയം ഇംഗ്ലീഷുകാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സൂറത്തിനെ ഒരു വമ്പൻ ഇംഗ്ലീഷ് വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിൽ വാണിജ്യപരവും വാണിജ്യേതരവുമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതത് സ്ഥലങ്ങളിലെ കമ്പനി പ്രതിനിധികൾക്കായിരുന്നു. ഇവർ ഏജന്റ് എന്നോ ചീഫ് ഏജന്റ് എന്നോ അറിയപ്പെട്ടു. പിന്നീട് ചുമതലകൾ വർദ്ധിച്ചതോടെ മദ്രാസ്, കൽക്കട്ട, ബോംബെ എന്നിവയുടെ മെച്ചപ്പെട്ട ഭരണത്തിനായി 6 അംഗ കൗൺസിലുകളും കൗൺസിൽ പ്രസിഡന്റുമാരും നിയമിതരായി. അങ്ങനെയാണ് ഈ പ്രദേശങ്ങൾക്ക് പ്രസിഡൻസി എന്ന പേര് വന്നത്. കൗൺസിൽ പ്രസിഡന്റ് ഗവർണർ എന്നും അറിയപ്പെട്ടിരുന്നു. ആദ്യകാലങ്ങളിൽ ഗവർണർ തന്നെയായിരുന്നു അതത് സ്ഥലങ്ങളിലെ മുഖ്യ മിലിറ്ററി അധികാരിയും. കമ്പനിയിലെ മറ്റു ജോലിക്കാർ പ്രധാനമായും 4 ശ്രേണിയിലുള്ളവരായിരുന്നു. ഏറ്റവും താഴെക്കിടയിൽ റൈറ്റർമാർ. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതലും കണക്ക് പുസ്തകങ്ങൾ തയ്യാറാക്കലുമായിരുന്നു അവരുടെ ചുമതലകൾ. റൈറ്റർമാർക്ക് തൊട്ടുമുകളിൽ ഫാക്ടേഴ്സുമാരായിരുന്നു, അഥവാ നാട്ടുവ്യാപാരികളിൽ നിന്ന് ചരക്കുകൾ ശേഖരിക്കുന്നവരായിരുന്നു ഫാക്ടേഴ്സ്.
ഇത്തരത്തിൽ ശേഖരിച്ച ചരക്കുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളെ പാണ്ഡകശാലകൾ എന്ന് വിളിക്കപ്പെട്ടു. അഥവാ ഈ പാണ്ഡകശാലകളാണ് ഫാക്ടറികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ പാണ്ഡകശാല പശ്ചിമ തീരത്തെ സൂറത്തിലും രണ്ടാമത്തെ പാണ്ഡകശാല മദ്രാസിലുമാണ് സ്ഥാപിച്ചിരുന്നത്. ആരായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ അനുവദിച്ച് നൽകിയ എലിസബത്ത് രാജ്ഞി 1? 1558 നവംബർ 17 മുതൽ അവരുടെ മരണം വരെ ഇംഗ്ലണ്ടിലെയും അയർലൻഡിൻ്റെയും രാജ്ഞിയായിരുന്നു എലിസബത്ത് 1. ഹെൻറി 8ാമൻ്റെ പുത്രിയായി ജനിച്ച ഇവർ ഡ്യൂഡർ രാജവംശത്തിലെ 5ാമത്തെയും അവസാനത്തെയും ഭരണാധികാരിയായിരുന്നു. 1558 ബ്രിട്ടീഷ് റാണി മേരി 1 അന്തരിച്ചപ്പോഴാണ് എലിസബത്ത് റാണി അധികാരമേറ്റെടുത്തത്. 1603 മാർച്ച് 24 തൻ്റെ 69ാം വയസ്സിലാണ് എലിസബത്ത് രാജ്ഞി 1 മരണപ്പെട്ടത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 15 വർഷത്തേക്ക് പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കച്ചവടം നടത്താനുള്ള അനുമതി നൽകിയത് എലിസബത്ത് രാജ്ഞി ആയിരുന്നെങ്കിലും ഈ അവകാശം കമ്പനിക്ക് അനിയന്ത്രിതമായി നീട്ടിക്കൊടുത്തത് ജെയിംസ് 1 ആയിരുന്നു. 1603 മുതൽ 1625 വരെ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ സ്റ്റുവർട്ട് രാജാവായി ഭരണം നടത്തിയിരുന്ന ആളാണ് ജെയിംസ് 1. ഗ്രേറ്റ് ബ്രിട്ടന്റെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ആളാണ് ഇദ്ദേഹം. 1615 മുതൽ 1618 വരെ ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിൻ്റെ ആദ്യ സ്ഥാനപതിയായി സർ തോമസ് റോവർ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ ദർബാറിലെത്തി. ഈ വരവോടെയാണ് ഇംഗ്ലീഷുകാർ തങ്ങളുടെ വ്യാപാരം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഇംഗ്ലീഷുകാർ കേരളക്കരയിൽ എത്തരുതെന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും 1616 മാർച്ച് 4 സർ തോമസ് റോയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ കീലിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട്ടെത്തി. ഇക്കാലയളവിലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു 1623 അംബോയ്ന കൂട്ടക്കൊല. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഫലമാണ് അംബോയ്ന കൂട്ടക്കൊല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രസിഡൻസികൾ. 1611 ഗോൽക്കൊണ്ടയുടെ അധിപനായിരുന്ന ഖോലെ കുത്തുബ് ഷാ അബ്ദുള്ള മസൂലി പട്ടണത്തിൽ പാണ്ഡകശാല പണിത് ഇറക്കുമതി കയറ്റുമതികൾ നടത്താനുള്ള അനുമതി കമ്പനിക്കു നൽകി. എന്നാൽ അവിടെ വളരെ മുമ്പ് തന്നെ ഡച്ചുകാരുടെ താവളം നിലനിന്നു പോന്നിരുന്നു. 2 കമ്പനികളും തമ്മിലുള്ള സംഘർഷം മൂത്തുവന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജന്റ് ഫ്രാൻസിസ് ഡേ കുറെ കൂടെ സൗകര്യപ്രദമായ സ്ഥലം അന്വേഷിക്കാൻ ആരംഭിച്ചു. ഡച്ചുകാരുടെ താവളമായിരുന്ന മസൂലി പട്ടണത്തിൽ നിന്നും തെക്ക് പോർച്ചുഗീസ് താവളമായിരുന്ന സന്തോം വരെ പര്യവേഷണം നടത്തി. പ്രാദേശിക തലവനായിരുന്ന ധാർമല വെങ്കടാദ്രി വെങ്കടപ്പ നായിക്കിൻ്റെ സഹോദരൻ അയ്യപ്പ നായിക്കിൽ നിന്നും സാന്തോമിന് ഏറ്റവും വടക്കായി മദ്രാസ് പട്ടണവും ചുറ്റുമുള്ള 5 ചതുരശ്ര മൈൽ സ്ഥലവും തീരെടുത്തു. അവിടെ കോട്ടയും മറ്റ് കെട്ടിടങ്ങളും പണിയാനുള്ള അനുമതിയും ലഭിച്ചു. 1639 ഫ്രാൻസിസ് ഡേ വാങ്ങിയ ഈ സ്ഥലത്ത് 1644 ഒരു കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോട്ട എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് കോട്ട. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കോട്ടയെ ചുറ്റിപ്പറ്റി വളർന്നു വന്ന പട്ടണമായിരുന്നു മദ്രാസ് പട്ടണം. അതുകൊണ്ട് തന്നെ മദ്രാസ് പട്ടണത്തിൻ്റെ പിതാവ് എന്നാണ് ഫ്രാൻസിസ് ഡേ അറിയപ്പെട്ടത്. 1653 മദ്രാസ്, മസൂലി പട്ടണം, വിശാഖപട്ടണം എന്നിവ ചേർന്നുകൊണ്ട് മദ്രാസ് പ്രസിഡൻസി രൂപം കൊണ്ടു. ആറൺ ബേക്കറായിരുന്നു ആദ്യത്തെ ഗവർണറായി സ്ഥാനമേറ്റത്. ശേഷം 1690കളിൽ മറാഠ ശക്തികൾ കടലൂരിലെ അവരുടെ കോട്ട ഇംഗ്ലീഷ് കമ്പനിക്ക് വിറ്റു. കമ്പനി ഈ കോട്ടയ്ക്ക് സെന്റ് ഡേവിഡ് കോട്ട എന്ന് പേരു നൽകി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാളിലെ ചരിത്രം. ബംഗാളിലെ ഹൂഗ്ലി നദിക്കരയിൽ 1651 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി ആരംഭിച്ചു. പാണ്ഡികശാല സ്ഥാപിക്കാനുള്ള അനുമതി ബംഗാൾ നവാബ് നൽകിയെങ്കിലും അവിടെ കോട്ട പണിയുന്നതിനെ അദ്ദേഹം എതിർത്തു. കമ്പനി കച്ചവടക്കാർ ഇവിടം കേന്ദ്രമാക്കിയായിരുന്നു കച്ചവടം നടത്തിപ്പോന്നത്. കച്ചവടം പുരോഗമിച്ചതോടെ കോട്ടയുടെ ആവശ്യം അത്യന്താപേക്ഷിതമായി. കോട്ട പണിയുന്നതിനെയും മറ്റും ചൊല്ലി ബംഗാൾ നവാബും കമ്പനിയുമായുള്ള തർക്കം രൂക്ഷമാവുകയും ഇതിനെ തുടർന്ന് നവാബുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കമ്പനിക്ക് സുധാനുദ്ദി എന്ന തീരഗ്രാമത്തിലേക്ക് പിൻവാങ്ങേണ്ടതായി വന്നു. അവിടെ നിന്നും നവാബ് ഇംഗ്ലീഷുകാരെ തുരത്തിയെങ്കിലും 1690 ജോബ് ചാർണോക്കിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് കച്ചവട സംഘം അവിടെ തന്നെ സ്ഥിരവാസം ഉറപ്പിച്ചു. ശേഷം 1696 ഇവിടെ കോട്ട പണിയാനുള്ള അനുമതി ലഭിച്ചു. ഇതിനിടെ മുഗൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി സുധാനുദ്ദി
ഗോവിന്ദപൂർ, കൊലിക്കത്ത അഥവാ കൊൽക്കത്ത എന്നീ 3 ഗ്രാമങ്ങളുടെ ജമീന്ദാരി കമ്പനി കരസ്ഥമാക്കി. കോട്ട പണിതെങ്കിലും നവാബിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വളരെ ചെറിയ കോട്ടയാണ് പണിതത്. 1699കളിൽ കോട്ടയ്ക്ക് വില്യം എന്ന് പേരിടുകയും 3 ഗ്രാമങ്ങളും അടങ്ങുന്ന സ്ഥലം കൊൽക്കത്ത പ്രസിഡൻസിയായി രൂപം കൊള്ളുകയും ചെയ്തു. കൊൽക്കത്ത പ്രസിഡൻസി ബംഗാൾ പ്രസിഡൻസി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ജോബ് ചാർണോക്ക് കൊൽക്കത്തയുടെ പിതാവായി അറിയപ്പെട്ടു. ബോംബെ പ്രസിഡൻസി 2000 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ മഗധ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് ശതവാഹന്മാരും വാതകന്മാരും കലച്ചൂരികളും മുംബൈ തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി. പിന്നീട് ചാലൂക്യന്മാരും രാഷ്ട്രകൂട രാജാക്കന്മാരും ഭരിച്ചിരുന്ന മുംബൈ ഒരു നഗരമെന്ന രീതിയിൽ വികസിപ്പിക്കാൻ തുടങ്ങിയത് കൊങ്കൺ പ്രദേശം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സിൽഹാര രാജവംശത്തിൻ്റെ കാലഘട്ടത്തോടെയാണ്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തോടുകൂടി സഫർഖാൻ ഗുജറാത്ത് കേന്ദ്രമാക്കി അഹമ്മദാബാദ് രാജവംശം സ്ഥാപിച്ചു. 1526-ൽ ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചതോടുകൂടി നിലനിൽപ്പ് ആശങ്കയിലായ അഹമ്മദാബാദ് രാജവംശത്തിലെ ഭരണാധികാരികൾ 1534-ൽ സെന്റ് മാത്യൂസ് എന്ന കപ്പലിൽ വെച്ച് പോർച്ചുഗീസുകാരുമായി ബസൈൻ ഉടമ്പടി ഒപ്പുവെച്ചു. അങ്ങനെ ബോംബാഹിയ എന്ന ഈ പ്രദേശത്തെ പോർച്ചുഗീസുകാർ നാമകരണം ചെയ്തു. 7 ദ്വീപുകൾ ഉൾപ്പെട്ട ബോംബെ എന്ന നഗരത്തിൻ്റെയും ബസൈൻ എന്ന സമീപ പ്രദേശത്തിൻ്റെയും വളർച്ചയിൽ പോർച്ചുഗീസുകാരുടെ പങ്ക് അവഗണിക്കാൻ പറ്റാത്തതാണ്. ബസൈൻ ഉടമ്പടിയെ തുടർന്ന് 125 വർഷത്തോളം കാലം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ദ്വീപുകളുടെ വളർച്ച. ബാദ്രയിലെയും മഗധയിലെയും കോട്ടകൾ പണിത പോർച്ചുഗീസുകാർ ക്രൈസ്തവ മതപ്രബോധത്തിനായി നിരവധി പള്ളികൾ പണിതു. 1575-ൽ പണിത സെന്റ് ആൻഡ്രൂസ് പള്ളി മുംബൈയിലെ പഴക്കം ചെന്ന ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ഡച്ചുകാരും ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാരും മുംബൈയിലെത്തി. 1583-ൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന റാൽഫിച്ച് മുംബൈ സന്ദർശിക്കുകയും മുംബൈയുടെ വ്യാപാര സംബന്ധമായ പ്രാധാന്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തതായി പറയപ്പെടുന്നു. മുംബൈയുടെ നാവിക പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1612-ൽ സൂവാലിയയിലെ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. പോർച്ചുഗീസ് മേൽക്കോയ്മയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച ഈ യുദ്ധത്തെ തുടർന്ന് പോർച്ചുഗീസ് സ്വാധീനത്തിൽ നിന്നും മുക്തമാകാൻ തുടങ്ങിയ മുംബൈ നിലനിർത്തുന്നതിനായി അവർ 1640-ൽ പ്രശസ്തമായ കാസ്റ്റല്ല ഡ അഗ്വാഡ നിരീക്ഷണക്കോട്ട ബാദ്രയിൽ സ്ഥാപിച്ചു. ഡച്ച് ശക്തികളിൽ നിന്നും പടിഞ്ഞാറൻ ഇന്ത്യയുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കാനായി പോർച്ചുഗീസുകാരിൽ നിന്നും മുംബൈ സ്വന്തമാക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ബ്രിട്ടീഷ് ഭരണകൂടം ആവശ്യപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിനതീതമായ മാർഗം എന്ന നിലയിൽ 1661-ൽ ഇംഗ്ലണ്ടിലെ രാജകുമാരൻ ചാൾസ് രണ്ടാമന് മകളായ കാതറിൻ ബ്രഗാൻസയെ വധുവായി നൽകാമെന്ന് പോർച്ചുഗീസ് രാജാവായ ജോൺ നാലാമൻ തീരുമാനിച്ചു. ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടതോടുകൂടി മുംബൈ ബ്രിട്ടീഷ് പ്രദേശമായി മാറി. അഥവാ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് രണ്ടാമന് പോർച്ചുഗീസിലെ കാതറിനെ വിവാഹം ചെയ്ത് നൽകിയപ്പോൾ പോർച്ചുഗീസുകാർ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയിരുന്ന പ്രദേശമായിരുന്നു മുംബൈ. മുംബൈയോടൊപ്പം മൊറോക്കോയിലെ ടാൻജിയൻ തുറമുഖവും ബ്രിട്ടന് സ്ത്രീധനമായി നൽകിയിരുന്നു പോർച്ചുഗൽ. ആരായിരുന്നു ചാൾസ് രണ്ടാമൻ രാജകുമാരൻ? ചാൾസ് രണ്ടാമനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചാൾസ് ഒന്നാമനെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും അയർലൻഡിൻ്റെയും രാജാവായി 1625-1649 കാലയളവിൽ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയിരുന്ന രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ. 1625-ൽ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് ഒന്നാമനും 1627-ൽ ഇന്ത്യയിലെ പ്രതിഭാശാലിയായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീറും അന്തരിച്ചു. ഇന്ത്യയിൽ ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ഷാജഹാനായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിൽ ജെയിംസ് ഒന്നാമനെ തുടർന്ന് അധികാരത്തിൽ വന്നതായിരുന്നു ചാൾസ് ഒന്നാമൻ രാജകുമാരൻ. പുതിയ സാഹചര്യം കച്ചവട കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാൻ ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും സഹായകമായി. ഈ സമയം പോർച്ചുഗീസ് ശക്തി ഇന്ത്യയിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഇന്ത്യയിലെ ഭരണകേന്ദ്രമായ ഗോവയിലാണ് ഡച്ചുകാരുടെ കണ്ണ്. 1623-ലെ അംബോയ്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം ഏറെക്കുറെ സമാധാനത്തിലൂടെ വർദ്ധിച്ചു പോരുകയായിരുന്നു ഡച്ചുകാരും ഇംഗ്ലീഷുകാരും. ഇതിനിടെ ഇംഗ്ലീഷുകാർ 1636-ൽ കൊച്ചിയിൽ നിന്നും കുരുമുളക് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തത് ഡച്ചുകാർക്ക് അങ്കലാപ്പ് സൃഷ്ടിച്ചു. 1630-കൾ മുതൽ 3 ദശാബ്ദക്കാലം ചോളമണ്ഡലത്തിൽ ഡച്ചുകാരുടെ വളർച്ചയുടെ കാലമായിരുന്നു. ഇതിനിടയിലായിരുന്നു ഫ്രാൻസിസ് ഡേയുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി മദ്രാസ് എന്ന സ്ഥലം വിലക്ക് വാങ്ങി പാണ്ഡകശാല സ്ഥാപിച്ചത്.
ഇതേ സമയം തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വേണാട്ടിലെ സംഭവ വികാസങ്ങളും ഡച്ചുകാരിൽ ആശങ്കയുണർത്തി. ഒരു വ്യാപാരശാല സ്ഥാപിക്കുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണാട് രാജാവ് രവിവർമ്മയെ സമീപിക്കുകയും 1644 വിഴിഞ്ഞത്ത് ഒരു ഇംഗ്ലീഷ് വ്യാപാരശാല സ്ഥാപിക്കുകയും ചെയ്തത് ഡച്ചുകാരുടെ ഉറക്കം കെടുത്തി. അതുപോലെ 1664 കോഴിക്കോട്ടും 1682 തലശ്ശേരിയിലും 1684 അഞ്ചുതെങ്ങിലും പാണ്ഡകശാലകൾ തുറന്നു. ഇന്ത്യയിലുടനീളം ഇംഗ്ലീഷുകാർ തങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കുമ്പോൾ കേരളത്തിലും അതിന് സമാനമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ സ്ഥിതി ഈ തരത്തിലായിരുന്നെങ്കിൽ ചാൾസ് രാജകുമാരൻ അധികാരത്തിൽ വന്നതോടുകൂടി ഇംഗ്ലണ്ടിലെ സ്ഥിതികൾ മറ്റൊരു തരത്തിലായിരുന്നു. ചാൾസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൻ്റെ രാജാവായതോടുകൂടി പാർലമെൻറ്റുമായിട്ടുള്ള ആഭ്യന്തര സംഘർഷം രൂക്ഷമായി. ഈ പ്രതിസന്ധികൾ 1649 ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ വധശിക്ഷയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. തുടർന്ന് ഹ്രസ്വകാലത്തേക്ക് പുതിയ സർക്കാർ നിലവിൽ വന്നു. അധികാരം കൈയാളിയത് ക്രോംവെൽ ആയിരുന്നു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിൽ രാജപക്ഷ സൈന്യത്തെ പരാജയപ്പെടുത്തിയ പുത്തൻ മാതൃകാ സൈന്യത്തിൻ്റെ അഥവാ ന്യൂ മോഡൽ ആർമിയുടെ തലവന്മാരിൽ ഒരാളായിരുന്നു ക്രോംവെൽ. ചാൾസ് ഒന്നാമൻ്റെ വധത്തിന് ശേഷം ഒളിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് അഥവാ കോമൺവെൽത്ത് ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. രാജാവില്ലാത്ത ഈ കാലം പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണം സൈനിക സ്വേച്ഛാധിപത്യത്തിലേക്കാണ് അവസാനമെത്തിയത്. ക്രോംവെല്ലിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നാവിക നിയമം അഥവാ നാവിഗേഷൻ ആക്ട് ഡച്ചുകാരെ പ്രതികൂലമായി ബാധിച്ചു. ഏറെക്കുറെ സമാധാനത്തിൽ വർത്തിച്ചിരുന്ന ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഇടയിൽ ഇതൊരു ആഭ്യന്തര കലഹത്തിന് കാരണമായി. അത് പിന്നീട് യുദ്ധമായി മാറി. കടലിൽ ഇരു രാജ്യങ്ങളുടെയും കപ്പലുകൾ ഏറ്റുമുട്ടി. എന്നാൽ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തങ്ങളുടെ വ്യാപാരത്തെ ഈ സ്ഥിതിവിശേഷം ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ട ഡച്ചുകാർ 1654 സമാധാന സന്ധി പ്രകാരം യുദ്ധം അവസാനിപ്പിച്ചു. ചാൾസ് ഒന്നാമനെ വധിച്ച് അധികാരത്തിൽ എത്തിയിരുന്ന ഒളിവർ ക്രോംവെൽ ആണ് സെന്റ് ഹെലേന ദ്വീപ് കമ്പനിയുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്തിരുന്നത്. ഒളിവർ ക്രോംവെല്ലിൻ്റെ മരണത്തോടുകൂടി ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തെ പറ്റിയുള്ള ആലോചനകൾ തുടങ്ങി. മുമ്പ് വധിക്കപ്പെട്ട ചാൾസ് ഒന്നാമൻ്റെ മകൻ ചാൾസ് രണ്ടാമൻ പ്രാണരക്ഷാർത്ഥം ഫ്രാൻസിലേക്ക് കടക്കുകയും അവിടെ ഒളിവിൽ കഴിയുകയുമായിരുന്നു. ഇക്കാലയളവിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രാജാവാക്കാനുള്ള ആലോചനകൾക്കാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ വീണ്ടും രാജഭരണം പുനഃസ്ഥാപിച്ചു. വിദേശത്ത് നിന്നും ക്ഷണിച്ചുകൊണ്ടുവന്ന ചാൾസ് രണ്ടാമൻ 1660 ഇംഗ്ലണ്ടിൻ്റെ രാജാവായി അധികാരത്തിലേറി. ഇദ്ദേഹമാണ് 1661 കാതറിനെ വിവാഹം കഴിച്ചത്. അതിലൂടെയാണ് അദ്ദേഹത്തിന് പോർച്ചുഗലിൽ നിന്നും സ്ത്രീധനമായിക്കൊണ്ട് മുംബൈ ലഭിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അനുഗ്രഹമായി തീർന്നു. ചാൾസ് രണ്ടാമൻ വളരെ ചെറിയ വാർഷിക വാടകയ്ക്കാണ് ഈ സ്ഥലം കമ്പനിക്ക് നൽകിയത്. വാടക 10 പൗണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 30 അടച്ചിരിക്കണമെന്നും ബോംബെയെ വികസിപ്പിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾ. ആദ്യത്തെ ചില വർഷങ്ങളിൽ ബോംബെയുടെ ഭരണനിർവഹണം സൂറത്ത് ഗവർണറുടെ ചുമതലയായിരുന്നു. പിന്നീട് ബോംബെക്ക് തനതായി ഒരു ഡെപ്യൂട്ടി ഗവർണർ നിയമിക്കപ്പെട്ടു. 1687 കമ്പനി പശ്ചിമ തീരത്തെ മുഖ്യ ആസ്ഥാനം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റി. ബോംബെയെ ഒരു റീജൻസിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ബോംബെയെ ഒരു വ്യാവസായിക നഗരമായി മാറ്റിയെടുക്കുന്നതിലേക്ക് നയിച്ചു. ചാൾസ് രണ്ടാമൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഒളിവർ ക്രോംവെല്ല് സെന്റ് ഹെലേന ദ്വീപ് കമ്പനിയുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്തിരുന്നു. 1672 അത് സ്ഥിരപ്പെടുത്തിയത് ചാൾസ് രണ്ടാമനാണ്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചു ദ്വീപ്. സുദീർഘമായ സമുദ്രയാത്രകളിൽ കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ആവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിനും ഒരു വിശ്രമത്താവളം ഒരുക്കുന്നതിനും ഈ ദ്വീപ് ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് നെപ്പോളിയനെ തടവിൽ പാർപ്പിച്ചതും ഈ ദ്വീപിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇക്കാലയളവ് വരെയുള്ള ചരിത്രത്തെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 1600 എലിസബത്ത് രാജ്ഞി 15 വർഷത്തേക്കുള്ള കുത്തക അവകാശമാണ് നൽകിയിരുന്നത്. പിന്നീട് 1609 ജെയിംസ് ഒന്നാമൻ ഈ അവകാശം എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി കൊടുത്തു. ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്ന ചാൾസ് ഒന്നാമനെ കൊലപ്പെടുത്തിയ ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയായിരുന്നു ക്രോംവെൽ. ക്രോംവെല്ലിൻ്റെ ഭരണകാലത്തും കമ്പനിക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ ഭേദഗതികൾ ഒന്നും തന്നെ വരുത്തിയിരുന്നില്ല. ക്രോംവെല്ലിൻ്റെ ഭരണകാലയളവിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ട ശേഷം കമ്പനിക്ക് വീണ്ടും നിയമസാധുത തേടേണ്ടി വന്നു. 1661 ചാൾസ് രണ്ടാമൻ കമ്പനിയുടെ പഴയ വ്യവസ്ഥകൾ സ്ഥിരീകരിക്കുകയും 3 വർഷത്തെ മുൻകൂർ നോട്ടീസ് നൽകി കുത്തക അവസാനിപ്പിക്കാമെന്ന് പുതിയൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1669 ബോംബെയും 1674 സെന്റ് ഹെലേന ദ്വീപും ചാൾസ് രണ്ടാമൻ കമ്പനിയുടെ അധികാര പരിധിയിലാക്കി.
എന്നാൽ 1693 വില്യം മൂന്നാമൻ്റെ വാഴ്ചക്കാലത്ത് കമ്പനി ഇറക്കുമതി നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തി. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വില്യം മൂന്നാമൻ പല നിയന്ത്രണങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. പരുത്തി, സിൽക്ക്, ഇൻഡിഗോ, സാൾട്ട് പീറ്റർ, തേയില, കറുപ്പ് തുടങ്ങിയ വസ്തുക്കൾ കമ്പനിയുടെ പ്രധാന കച്ചവട സാധനങ്ങൾ ആയിരുന്നു. അടിമക്കച്ചവടത്തിലും ഇവർ ഏർപ്പെട്ടു. കാലക്രമേണ ഭരണാധികാരവും സൈനിക ശക്തിയും സ്വാംശീകരിച്ചതോടെ ഒരു വാണിജ്യ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കമ്പനി ഇന്ത്യയെയും ഏഷ്യയിലെ മറ്റ് കോളനികളെയും ഭരിക്കുന്ന ഒരു ഭരണസ്ഥാപനമായി പരിണമിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു ഭരണവ്യവസ്ഥ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ഇംഗ്ലീഷുകാർക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് യൂറോപ്പിൽ മറ്റൊരു വൻ ശക്തി പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് ശേഷമുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രത്തെക്കുറിച്ചും ഈ കാലയളവ് തൊട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള ഐതിഹാസികമായ മുന്നേറ്റങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്.